പ്രൈസ്ലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു പ്രഭാതത്തിൽ കൂടെ നമുക്ക് ഈ ഹാർവസ്റ്റ് ടെലിവിഷനിൽ കൂടി മുഖാമുഖം കാണുവാനും ശബ്ദം കേൾപ്പാനും ദൈവം തന്ന കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലവും ദൈവം നമ്മെ വളരെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ തന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ ഈ കേൾക്കുന്ന വചനം ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ പ്രാർത്ഥന ഈ പ്രോഗ്രാമിനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അനേകർക്ക് ഈ മീറ്റിംഗ് ഒരു പ്രയോജനകരമായി മാറണം. നമ്മൾ ധ്യാനിക്കുന്ന വചനം അനേകരുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായും വിടുതലായി മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പോടെ ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാൻ കഴിയും. നമ്മൾ കേൾക്കുന്ന ദൈവശബ്ദത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവശബ്ദം അത്ഭുതങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾക്കൊരു മാറ്റം വരുവാൻ തക്കവണ്ണം അത്ഭുതങ്ങളെ ഉളവാക്കുവാൻ ദൈവശബ്ദത്തിന് കഴിയും. അനേകരുടെ ജീവിതത്തിൽ ദൈവശബ്ദം വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ പലവിധമായ സാക്ഷ്യങ്ങളിൽ കൂടി കേട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന എൻ്റെ ജീവിതം പോലും മാറ്റപ്പെട്ടത് ഒരു ദൈവശബ്ദം മുഖാന്തരമാണ്. ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല, ദൈവശബ്ദം വിശ്വസിക്കുകയും ചെയ്യണം. ആ ദൈവശബ്ദം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുകയും ആ ദൈവശബ്ദം അത്ഭുതമുളവാക്കുകയും ചെയ്യും. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ശതാധിപനായ മനുഷ്യന്റെ വിശ്വാസത്തെ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ദീനമായി കിടക്കുന്ന ദാസനെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ഈ ശതാധിപന്റെ അപേക്ഷ കേട്ട് ശതാധിപന്റെ ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന യേശു കർത്താവിനോട് അറിയിക്കുന്ന ഒരു മറുപടിയാണ് ആ വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അപ്പോൾ ആ ശതാധിപന് യേശുവിലുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ഒരു ഹൈ ലെവൽ നമുക്കവിടെ ദർശിക്കുവാനായിട്ട് പറ്റും. എബ്രായ സഭയോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വചനമുണ്ട് 12-ാം അധ്യായത്തിൽ: നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും വിശ്വാസത്തെ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് പറയുന്നത് യേശുവാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നതും യേശുവാണ്. അപ്പോൾ ആ യേശു കർത്താവ് നമ്മോട് പറയുന്ന വാക്കുകളെ വിശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും യേശു കർത്താവ് നമ്മോട് പറയുന്ന വാക്കുകളെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നമ്മുടെ ജീവിത അവസ്ഥകളുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യരുത്. കാരണം സൃഷ്ടാവായ ദൈവത്തിൻ്റെ വാക്കുകൾ സൃഷ്ടികളുടെ സ്ഥിതികൾക്കനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അബ്രഹാം വിശ്വസിച്ച വിശ്വാസത്തിൽ പറയപ്പെടുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാനും മരിച്ചതിനെ ജീവിപ്പിക്കുവാനും കഴിയുന്ന ദൈവത്തിലാണ് ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നത്. അപ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. മരിച്ചതിനെ ജീവിപ്പിക്കുവാനും ഈ ദൈവത്തിന് കഴിയും. ഒരു സാധാരണ മനുഷ്യർ നാച്ചുറലായിട്ട് സാധാരണയായിട്ട് വിശ്വസിക്കുന്ന വിശ്വാസമല്ല ശതാധിപനിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശതാധിപൻ 2 കാര്യം അവിടെ മനസ്സിലാക്കുന്നു. ഒന്ന്, തൻ്റെ യോഗ്യത അയോഗ്യത എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. യേശു കർത്താവ് സകലത്തിനും യോഗ്യനാണെന്നും എല്ലാത്തിനും യോഗ്യനായ ആ യേശു കർത്താവിന്
എൻ്റെ പുരയ്ക്കകത്ത് വരുവാനുള്ള യോഗ്യത തനിക്കില്ല എന്നും താൻ മനസ്സിലാക്കുകയാണ്. 2, തനിക്ക് ഈ ലോകത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന അധികാരത്തിന്റെ പവർ എന്താണെന്നും ആ അധികാരത്തിന്റെ ശക്തി ഇത്രയും വലുതാണെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അധികാരത്തിന്റെ പവർ എത്രയാണെന്നും ആ മനുഷ്യൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എൻ്റെ ദാസൻ സൗഖ്യമാകും, അവന്റെ ദീനത്തിൽ നിന്ന് അവന് പുറത്തു വരുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ പ്രിയരെ, നമ്മുടെ കഴിവുകൾ കൊണ്ടോ നമ്മുടേതായ പ്രാഗൽഭ്യങ്ങൾ കൊണ്ടോ നമുക്ക് ദൈവം ഈ ഭൂമിയിൽ നൽകപ്പെട്ടിരിക്കുന്ന ചില നന്മകൾ കൊണ്ടോ ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്ത അനവധി വിഷയങ്ങളുണ്ട്. മനുഷ്യന്റെ ഇടപെടലുകളാലോ ശാസ്ത്രത്തിന്റെ ഇടപെടലുകളാലോ സാമ്പത്തിക മേഖലകളുടെ ഇടപെടലുകളാലോ പരിഹാരം കാണാൻ കഴിയാത്ത മനുഷ്യരും സൃഷ്ടികളും നിസ്സഹായരായിട്ട് നിൽക്കുന്ന അവസ്ഥകളുടെ മേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ദൈവത്തിന്റെ ശബ്ദം. ആ ദൈവത്തിന്റെ ശബ്ദത്തിന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും മാറ്റിമറിക്കുവാൻ സാധിക്കും. യായിറോസ് യേശുവിന്റെ അടുക്കൽ വരുന്നത് തൻ്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോഴാണ്. ഒരു സാധാരണ മനുഷ്യനല്ല യായിറോസ്, ഒരു പള്ളിയിലെ പ്രമാണിയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു പള്ളിപ്രമാണിയായ നിക്കോദോമോസിനെ കാണുവാൻ കഴിയും. യേശു കർത്താവ് ദൈവത്തിന്റെ ഉപദേഷ്ടാവാണെന്നും ദൈവം കൂടെ ഇല്ലാതെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ കഴിയത്തില്ല എന്നും മനസ്സിലാക്കി പകൽവേളയിൽ ആ യേശുവിന്റെ അടുക്കൽ പോയാൽ ആരെങ്കിലും കാണുമെന്നും തന്നെ ആ പള്ളി ഭ്രഷ്ടരാക്കുമെന്നും ഭയപ്പെട്ടുകൊണ്ട് രാത്രിയിൽ ആരും കാണാതെ യേശുവിന്റെ അടുക്കൽ പോയ ഒരു പള്ളിപ്രമാണിയുണ്ട്. എന്നാൽ ഇവിടെ അതേ പള്ളിപ്രമാണിയായ യായിറോസ് സാഹചര്യങ്ങൾ നോക്കാതെ, മറ്റാരെങ്കിലും കാണുമോ എന്ന് നോക്കാതെ, ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചിന്തിക്കാതെ യേശുവിന്റെ അടുക്കൽ ഓടിപ്പോകുവാൻ കാരണം, യേശുവിന്റെ അടുക്കൽ മുട്ടുമടക്കുവാൻ കാരണം തൻ്റെ ഏക മകളാണ്. ഒരു പള്ളിപ്രമാണി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സമൂഹത്തിലും മതത്തിനകത്തും സ്ഥാനമാനങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ കുടുംബത്തിനകത്തൊരു പ്രശ്നം വരുമ്പോൾ ഇടപെടുവാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, രക്തസ്രാവക്കാരി സ്ത്രീ ഏറിയ വൈദ്യന്മാരാൽ ഏറെയൊന്ന് സഹിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഈ മകൾക്ക് ഒരുപാട് ചികിത്സകൾ ഒരു പിതാവ് എന്നുള്ള നിലയിൽ അവൾക്ക് നൽകിയിരിക്കാം. ഒരു പള്ളിപ്രമാണിയുടെ മകൾ എന്നുള്ള നിലയിൽ ഒരുപാട് സഹായങ്ങൾ ആ കുഞ്ഞിന് ലഭിച്ചിരിക്കാം. എന്നാൽ ഇഹലോകപരമായ ചികിത്സകൾക്കോ സഹായങ്ങൾക്കോ ഒന്നിനും ആ മകളെ വിടുവിക്കുവാൻ കഴിയാതെ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന സമയത്ത് ഒരു കാര്യം യായിറോസ് മനസ്സിലാക്കി, എൻ്റെ മകളുടെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയുമെന്ന് അവൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അവൻ മറ്റെല്ലാ നോട്ടവും മാറ്റിവെച്ചിട്ട് അവൻ്റെ നോട്ടം യേശുവിങ്കിലേക്ക് പോയി. മറ്റെല്ലാത്തിലുമുള്ള വിശ്വാസത്തെ മാറ്റിവെച്ചിട്ട് അവൻ്റെ വിശ്വാസം യേശുവിനെ കേന്ദ്രീകരിച്ചായി. അപ്പോൾ യേശുവിനെ നോക്കി യേശുവിനെ വിശ്വസിച്ചപ്പോൾ അവനെല്ലാം ത്യജിച്ചുകൊണ്ട് തൻ്റെ മകൾക്ക് വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി. യേശുവിൻ്റെ അടുക്കൽ മുട്ടുകുത്തി അവനോട് പറഞ്ഞൊരു പദമുണ്ട്, നീ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകളുടെ മേൽ കൈവച്ചാൽ അവൾ സൗഖ്യം പ്രാപിക്കും, അവൾ ജീവിക്കും. യേശു കർത്താവ് ആ വിശ്വാസത്തിന്റെ കൂടെ യാത്ര ചെയ്ത് പോകുന്നത് നമുക്ക് കാണുവാൻ പറ്റും. എന്നാൽ പോകുന്ന വഴിയിൽ തടസ്സങ്ങളുണ്ടായി, നിരാശപ്പെടുത്തുന്ന വാർത്ത വന്നു, വേദനിപ്പിക്കുന്ന മുറിവുണ്ടാക്കുന്ന വാർത്ത വന്നു, നിന്റെ മകൾ നഷ്ടപ്പെട്ടു പോയി, ഇനി ഗുരുവിനെ ശല്യപ്പെടുത്തേണ്ട. അപ്പോൾ നിരാശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്ന വാക്ക് ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു മകളെക്കുറിച്ച് ഒരു പിതാവിന്റെ ജീവിതത്തിൽ കേട്ടപ്പോൾ യേശുവിന് പറയുവാൻ ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, നീ വിശ്വസിച്ചാൽ നിന്റെ മകൾ രക്ഷപ്പെടും. ഇന്ന് പകൽക്കാലം
എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ പ്രിയരെ, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക. നിങ്ങളുടെ തലമുറകൾക്ക് ഒരു രക്ഷയുടെ അനുഭവം ലഭ്യമാകും. കാരണം ദൈവശബ്ദത്തിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും. ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ മനുഷ്യരുടെ അധരങ്ങളിൽ നിന്നുണ്ടാകുന്ന ദൈവശബ്ദം, ബൈബിൾ അതിനെ പ്രവചനമെന്ന് പറയുന്നു. ഒരു പ്രവാചകനിൽ കൂടി വെളിപ്പെട്ടു വരുന്ന ദൈവശബ്ദങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും. പ്രവചനങ്ങളെ സ്വീകരിക്കുന്നവരുണ്ട്, പ്രവചനങ്ങളെ റിജക്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ബൈബിൾ പറയുന്നു, പ്രവചനം ഒരിക്കലും തുച്ഛീകരിക്കരുത്. പ്രവചനത്തെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കരുത്. കാരണം പ്രവചനം മനുഷ്യന്റെ ശബ്ദമല്ല, പ്രവചനം ദൈവത്തിന്റെ ശബ്ദമാണ്. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ മനുഷ്യൻ പറയുന്നതാണ് പ്രവചനമെന്ന്. അപ്പോൾ ഒരു മാനുഷികമായ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് പ്രവചനത്തെ ഒരിക്കലും തുച്ഛീകരിക്കരുത്. പക്ഷെ പ്രവചിക്കുന്ന ആത്മാവേതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിവേചിച്ചറിയണം. അപ്പോൾ യഥാർത്ഥമായിട്ടും ഒരു അഭിഷിക്തന്റെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്നത് ദൈവശബ്ദമാണെങ്കിൽ ആ ദൈവശബ്ദത്തിന് നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ പറ്റും, നമ്മുടെ സ്ഥിതികളെ മാറ്റുവാൻ പറ്റും. ദൈവം സൃഷ്ടിച്ച ഭൂമിയെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് ആ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്നുള്ളതാണ്. വേസ്റ്റ് ആൻഡ് എംപ്റ്റി, പ്രയോജനമില്ലാത്തതായിരുന്നു. എന്നാൽ 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത് ദൈവം തന്റെ ശബ്ദത്തെ റിലീസ് ചെയ്യുകയാണ്. പാഴായിരുന്ന, പ്രയോജനമില്ലാതിരുന്ന, ശൂന്യമായിരുന്ന ആ ഭൂമിയെ നോക്കിയിട്ട് ദൈവം തന്റെ ശബ്ദത്തെ റിലീസ് ചെയ്യുന്നു. ഓരോന്നും ഉളവായി വരട്ടെ, ഉണ്ടായി വരട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ ആ കൽപ്പിക്കുന്ന ശബ്ദം അവിടെ ചിലത് ഉളവാക്കുകയാണ്. ആ ദൈവശബ്ദത്തിന് ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയും പ്രിയരെ. ലാസറെ നീ പുറത്തുവാ എന്ന് കൽപ്പിച്ചപ്പോൾ തന്നെ ലാസർ ജീവനുള്ള ശരീരമായിട്ട് പുറത്തു വന്നു എങ്കിൽ മനുഷ്യരുടെ കൺമുമ്പിൽ അവൻ മരിച്ചിട്ട് 4 ദിവസമായി, നാറ്റം വച്ചു എന്നൊരവസ്ഥ വന്നു. എന്നാൽ ദൈവശബ്ദത്തിന് മനുഷ്യരുടെ വിധിയെഴുത്തുകളെ മാറ്റിമറിച്ചുകൊണ്ട് ജീവനുള്ള ശരീരത്തോടെ ലാസറിന് പുറത്തു വരുവാൻ കഴിഞ്ഞു എങ്കിൽ പ്രിയരെ, നിങ്ങളുടെ അവസ്ഥ എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ, ഇന്ന് പകൽക്കാലം എനിക്ക് ഉറപ്പോടെ പറയുവാൻ പറ്റും, ഒരൊറ്റ ദൈവശബ്ദത്തിന് നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാൻ കഴിയും. നിങ്ങളെ നോക്കി, നിങ്ങളുടെ തലമുറകളെ നോക്കി ഇന്നലകളിൽ പ്രവചിച്ച പ്രവചനങ്ങളെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു പദമുണ്ട്, നീ മുന്നമേ കേട്ട പ്രവചനങ്ങളെ എന്ത് ചെയ്യുക? ആ പ്രവചനങ്ങളെ വിശ്വാസവും നല്ല മനസാക്ഷിയോടുകൂടെ എന്ത് ചെയ്യണം? പോരാടണം ആ പ്രവചനത്തിനു വേണ്ടി. അപ്പോൾ കേട്ട പ്രവചനങ്ങളെ ഒരിക്കലും റിജക്റ്റ് ചെയ്യരുത്. കേട്ട പ്രവചനങ്ങളെ വിശ്വസിക്കണം. കാരണം ദൈവം അസാധ്യമായതൊന്നും പറയത്തില്ല, ദൈവം നിവർത്തീകരിക്കപ്പെടാത്തതൊന്നും പറയത്തില്ല. ദൈവശബ്ദത്തെ അനുസരിക്കാത്ത ഒരു സൃഷ്ടിയും ഈ ഭൂമിയിലില്ല. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പ്രിയരെ, കാറ്റിനോടും കടലിനോടും ദൈവശബ്ദം ഇടപെടുന്നത് നമുക്ക് കാണുവാൻ പറ്റും. കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാവുക എന്ന് യേശു കർത്താവ് പടകിൽ എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ കാറ്റടങ്ങുന്നതായിട്ടും കടൽ ശാന്തമാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവശബ്ദത്തിന് മനുഷ്യരാൽ നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്ത കാറ്റിനെ നിയന്ത്രിക്കുവാൻ കഴിയും. മനുഷ്യരാൽ ശാന്തമാക്കുവാൻ കഴിയാത്ത കടലിനെ ശാന്തമാക്കുവാൻ കഴിയും. ആമേൻ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രിയരെ, കാറ്റിനെയും കടലിനെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഈ നാളുകളിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവിന്റെ ദൈവമേ നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് പുതപ്പെടുത്ത് യോർദാനിൽ എലീശ പ്രവാചകൻ അടിക്കുമ്പോൾ
ആ യോർദാൻ രണ്ടായി പിളർന്നു മാറുന്നത് നമുക്ക് അവിടെ കാണുവാൻ പറ്റും. അപ്പോൾ ഒരു പ്രവാചക ശബ്ദത്തിന് യോർദാനെ പോലും രണ്ടായി പിളർത്തുവാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പോടെ പറയാൻ പറ്റും പ്രിയരെ, നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വഴികളെ തുറപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവശബ്ദം, ആ ദൈവശബ്ദത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ഒരു സാധാരണ മനുഷ്യനായിരുന്നു യഗസ്കേൽ. എന്നാൽ ആ യഗസ്കേലിനെ ദൈവം എഴുന്നേൽപ്പിച്ചു, നിവർന്നു നിൽക്കുമാറാക്കി, ദൈവത്തിന്റെ ആത്മാവിനാൽ അവനെ നടത്തുവാൻ തുടങ്ങി. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അസ്ഥിത്താഴ്വരയുടെ മധ്യത്തിൽ കൊണ്ട് നിർത്തിയിട്ട് അസ്ഥികളോട് പ്രവചിക്കുവാനും കാറ്റിനോട് പ്രവചിക്കുവാനും ദൈവം യഗസ്കേലിനെ ഒരുക്കിയെടുക്കുകയാണ്. അപ്പോൾ യഗസ്കേലിന്റെ നാവിൽ കൂടി വെളിപ്പെടുന്ന ദൈവശബ്ദത്തിന് അസ്ഥികളേക്ക് ഒരു ജീവൻ കൊടുക്കുവാൻ, കാറ്റിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം. അപ്പോൾ ദൈവശബ്ദത്തിന് സകലത്തെയും ഉളവാക്കുവാൻ കഴിയും, സകലത്തെയും ജീവിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും. അനവധി വാക്കുകളൊന്നും വേണ്ട, ഒരേ ഒരു വാക്ക് മതി. ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ഒരൊറ്റ ദൈവശബ്ദത്തിൽ വിശ്വസിച്ചാൽ മതി. പക്ഷേ ആ ദൈവശബ്ദത്തിന് അനുസരിച്ച് ആ ദൈവശബ്ദത്തെയും ആ ശബ്ദത്തിന്റെ ഉടമയായ ദൈവത്തെയും നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മിൽ നിന്ന് വെളിപ്പെടണം. അപ്പോൾ പ്രവചനം കേൾക്കുന്നതിൽ മാത്രമല്ല കാര്യം. ആമേൻ. പ്രവചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ ദൈവശബ്ദം കേൾക്കുക, ആ ദൈവശബ്ദത്തിന്റെ ഉടമയെ നമ്മൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിപ്പിൻ. അപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് ദൈവശബ്ദത്തിൽ വിശ്വസിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ ശബ്ദത്തെ മാത്രമല്ല, ശബ്ദത്തിന്റെ ഉടയവനെയും നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായ ജീവനില്ലാത്ത ശരീരത്തിന് തുല്യം. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് അനുസരിച്ചുള്ള ഒരു ആക്ട് നമ്മിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടണം, നമ്മിൽ നിന്ന് പുറത്തു വരണം. ആമേൻ. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞൊരു പദമുണ്ട്. മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക, പറയുക, ചെങ്കടലിലോട്ട് ഇറങ്ങി ചെല്ലുവാൻ. അപ്പോൾ അതൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ആമേൻ. ചെങ്കടലിലോട്ട് ഇറങ്ങുന്നത് ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ പെട്ടകവുമായിട്ട് മുന്നമേ ഇറങ്ങുന്നത് അതൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. 38 വർഷം കിടക്കയിൽ കിടന്ന മനുഷ്യനോട് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് എഴുന്നേറ്റ് നടക്ക എന്നുള്ള ദൈവശബ്ദം കേട്ടപ്പോൾ ആ കിടക്കയെടുത്ത് നടക്കുന്നത് ഒരു ആക്ഷനാണ്. പക്ഷെ ആ ആക്ഷൻ അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ തൻ്റെ 38 വർഷത്തെ അവസ്ഥയെ ആ മനുഷ്യൻ മറക്കുകയാണ്. 38 വർഷമായിട്ട് കിടക്കയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രിയരെ. ആ 38 വർഷമായിട്ട് തൻ്റെ സ്ഥിതിയെക്കുറിച്ച് പരിതപിച്ച് വേദനിച്ച് ഭാരപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് ഒരു ദൈവശബ്ദം വെളിപ്പെടുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ കിടക്കയും എടുത്ത് നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ കിടക്ക എടുക്കണമെങ്കിൽ മനസ്സുണ്ടാകണം. മനസ്സുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ 11:40 പറഞ്ഞത്, വിശ്വസിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ഒരു ആക്ഷൻ ഉണ്ട്. കാനാവിലെ കല്യാണ വീടൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കേ. അത്ഭുതങ്ങളുടെ അടയാളമായി യേശു കർത്താവ് ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തിയാണ് ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്. അവിടെ വീഞ്ഞു തീർന്നു. പ്രിയരെ, അത്ഭുതം വെളിപ്പെടണമെങ്കിൽ ചില വാതിലുകൾ അടയപ്പെടണം. അവിടെ ആ കലവറക്കാരനും വിരുന്നുവാഴിയും ഒരുക്കി വച്ചിരുന്ന മനുഷ്യന്റെ പ്രയത്നത്താൽ നിർമ്മിതമായ മാസങ്ങൾ പ്രയത്നിച്ചുണ്ടാക്കി വച്ചിരുന്ന ആ വീഞ്ഞ് തീർന്നത് കൊണ്ടാണ് യേശുവിൻ്റെ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ ചില ശൂന്യത അനുഭവിക്കുന്നു എങ്കിൽ ആ ശൂന്യത ചില അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. ആ ശൂന്യത ചില ദൈവപ്രവർത്തികളെ കാണാൻ പോകുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതകൾ
അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ബാധ്യതകൾ അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ രോഗങ്ങൾ അത്ഭുതങ്ങളെ കാണാൻ പോകുകയാണ്. പ്രിയരെ, ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യമായപ്പോൾ ആ ഭൂമി അത്ഭുതങ്ങൾ കണ്ടു. ആ ഭൂമി അത്ഭുതങ്ങളാൽ നിറയപ്പെട്ടു. ആ ഭൂമി ഏറ്റവും മനോഹരമായി തീർന്നു. അങ്ങനെയെങ്കിൽ അത്ഭുതങ്ങളാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായി മാറാൻ പോകുകയാണ്. അത്ഭുതങ്ങളാൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി മാറാൻ പോകുകയാണ്. ദൈവശബ്ദം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റും. ദൈവശബ്ദം നിങ്ങളുടെ ജീവിതങ്ങളെ പണിയും. ദൈവശബ്ദം നിങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തും. ദൈവശബ്ദം നിങ്ങളുടെ ജീവിതങ്ങളെ ദേശത്തിൽ ആശ്ചര്യമുള്ളതാക്കി തീർക്കും. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ പ്രിയരെ? വിശ്വസിക്കണം. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം. മറിയ കാനാവിലെ കല്യാണ വീട്ടിൽ ശുശ്രൂഷക്കാരോട് പറഞ്ഞൊരു പദമുണ്ട്, യേശു എന്തു പറഞ്ഞാലും അത് നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ യേശു എന്തു പറഞ്ഞാലും അത് അനുസരിക്കണമെങ്കിൽ വിശ്വാസമുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനുസരിക്കാൻ പറ്റത്തുള്ളൂ. അനുസരണ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ പ്രവൃത്തി വെളിപ്പെട്ടാൽ മാത്രമേ അവിടെ അത്ഭുതം സംഭവിക്കത്തുള്ളൂ, അടയാളം സംഭവിക്കത്തുള്ളൂ, വീര്യപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. അവിടെ ശുശ്രൂഷകന്മാർ യേശു പറഞ്ഞതിന് മറുചോദ്യം ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. തിരിച്ചൊരു മറുപടി പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. പുറത്തിരിക്കുന്ന 6 കൽപാത്രങ്ങളെ ഒരുക്കാൻ പറഞ്ഞപ്പോൾ അവർ യാതൊരു സംശയവും കൂടാതെ, കാരണം അവിടെ സ്വാഭാവികമായി വെളിപ്പെടാവുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം പുറത്തിരിക്കുന്ന കൽപാത്രങ്ങൾ യഹൂദ നിയമപ്രകാരം ശുദ്ധീകരണത്തിനായിട്ടുള്ള വെള്ളം നിറച്ചു വച്ചിരിക്കുന്ന കൽപാത്രങ്ങളാണ്. എന്നാൽ അകത്തിരിക്കുന്നത് വീഞ്ഞ് സൂക്ഷിച്ചിരുന്ന കൽപാത്രങ്ങളാണ്. എന്നാൽ പുറത്ത് ശുദ്ധീകരണ നിയമപ്രകാരം വെള്ളം നിറച്ചു വെച്ചിരിക്കാൻ തക്കവണ്ണം ഉപയോഗിച്ചിരിക്കുന്ന കൽപാത്രങ്ങളെ ആ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കുവാൻ പറഞ്ഞപ്പോൾ ഇവർ എന്തിനാണെന്നൊരു മറുചോദ്യം ചോദിച്ചില്ല. അവർ അത് വിശ്വസിച്ചു. യേശു പറയുന്നതൊക്കെ അവർ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവരിൽ വെളിപ്പെട്ടപ്പോൾ അത് ദൈവശബ്ദത്തെ അനുസരിക്കുന്ന ഒരു മണ്ഡലമായി മാറി. ആമേൻ. നിറഞ്ഞു കവിയോളം അവർ വെള്ളം നിറച്ചു. അത് കോരി വിരുന്നുവാഴിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർ യാതൊരു സംശയവും കൂടാതെ അത് കോരി കൊടുക്കുന്നത് കാണുവാൻ പറ്റി. അത് രുചിച്ചു നോക്കിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായ വീഞ്ഞായിട്ട് അത് അനുഭവപ്പെടുന്നതായിട്ട് കാണുവാൻ പറ്റും. ഇവിടെ എല്ലാം പ്രിയരെ, അവർ വിശ്വസിക്കുക മാത്രമല്ല, ദൈവശബ്ദത്തിൽ അവർ വിശ്വസിക്കുക മാത്രമല്ല, ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെട്ടപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി മാറി. നമ്മൾ ഒരുപാട് മീറ്റിങ്ങിന് കടന്നു പോകുന്നവരാണ്, നമ്മൾ ഒരുപാട് ദൈവശബ്ദം കേൾക്കുന്നവരാണ്. പക്ഷേ കേൾക്കുന്ന വചനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പ്രവാചകനിൽ കൂടി ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ഇന്നത്തെ സ്ഥിതികളെ മാറ്റുന്ന കാര്യാദികളെ കുറിച്ച് പറയുമ്പോൾ, പ്രിയരെ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? മിസ്രൈമിന്റെ അടിമത്വത്തിന്റെ കീഴിൽ ഇസ്രായേൽ ജനം കിടക്കുമ്പോഴും, വാഗ്ദത്ത ദേശത്തിലേക്ക് മരുഭൂമിയിൽ കൂടി അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, പ്രിയരെ, അവരുടെ മേലുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അവരുടെ മേൽ തന്നെ ഉണ്ടായിരുന്നു. ആ വാഗ്ദത്തം നിറവേറാനുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് ദൈവം പറയുന്ന ഓരോ പ്രവചനങ്ങളും നിവർത്തീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്ന ആ ദൈവശബ്ദത്തിൽ വിശ്വസിക്കണം. ഇവിടെ ശതാധിപൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് മതി നമ്മുടെ ജീവിതം മാറുവാൻ. നമ്മൾ പോകുന്ന മീറ്റിങ്ങിൽ 2 മണിക്കൂറൊക്കെ പ്രസംഗിക്കുമായിരിക്കാം, പക്ഷെ 2 മണിക്കൂർ പ്രസംഗവും നമ്മുടെ ജീവിതം മാറ്റത്തില്ല. ആ പ്രസംഗത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവത്തിന്റെ ഒരു ശബ്ദത്തിന് നമ്മുടെ ജീവിതങ്ങളെ മാറ്റാൻ കഴിയും. അപ്പോൾ യേശു കർത്താവിന്റെ ഒരു വാക്കിന് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. അവർ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും എത്ര നിരാശാജനകമായാലും അവർ പതറിപ്പോകില്ല. കാരണം അങ്ങനെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരെ കുറിച്ച് പറയുന്നത് അവർ ഒരു നാളും കുലുങ്ങിപ്പോകാത്ത സിയോൻ പർവ്വതം പോലെയാകുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പ്രിയരെ, നമ്മൾ സാധാരണക്കാരല്ല. നമ്മുടെ മേലൊരു ദൈവശബ്ദമുണ്ട്. ആ ദൈവശബ്ദത്തിന് നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പോകുകയാണ്. ഈ ദിവസം ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ അവസ്ഥയെ ദൈവം മാറ്റും. നിങ്ങളുടെ സാഹചര്യം മാറും പ്രിയരെ. സാരഫാത്തിലെ വിധവയുടെ
കലത്തിലെ മാവിനെ വർദ്ധിപ്പിച്ച് ക്ഷാമകാലത്ത് അവരെയും കൂടെയുള്ളവരെയും ക്ഷേമമായി എൻ്റെ ദൈവം പോഷിപ്പിച്ചെങ്കിൽ നിങ്ങളെയും ക്ഷേമത്തോടെ പോഷിപ്പിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ഞാൻ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, നിങ്ങളുടെ സ്ഥിതി എൻ്റെ ദൈവം മാറ്റും. നിങ്ങളുടെ സ്ഥിതി മാറും, നിങ്ങളുടെ സാഹചര്യം മാറും, നിങ്ങൾ അത്ഭുതം കാണും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനയിൽ നിങ്ങളൊരു അത്ഭുതം കാണും. ഏറ്റെടുക്കുവാൻ കഴിയുന്നവർ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങളത് ഏറ്റെടുക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിക്കലിരുന്ന മനുഷ്യനോട് പത്രോസ് പറഞ്ഞൊരു പദമുണ്ട്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക, മറ്റൊന്നും നമുക്ക് തരാനില്ല. ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന് പ്രിയരെ, എന്നിൽ വസിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. നിങ്ങളുടെ സ്ഥിതികൾ മാറും, നിങ്ങളുടെ തലമുറകളുടെ സ്ഥിതികൾ മാറും. നിങ്ങളൊരു അനുഗ്രഹമായിട്ട് മാറും, നിങ്ങളൊരു അനുഗ്രഹമായിട്ട് മാറും. നിങ്ങളുടെ രോഗങ്ങൾ ദൈവം സൗഖ്യമാക്കും, നിങ്ങളുടെ കടം മാറും, നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും, നിങ്ങളുടെ പരാജയങ്ങൾ മാറും, നിങ്ങളുടെ വേദനകൾ മാറും. കാരണം യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? വിശ്വസിക്കുന്നവരുണ്ടോ പ്രിയരെ? എൻ്റെ സ്ഥിതി ഇന്ന് യേശു മാറ്റുമെന്ന്, എൻ്റെ രോഗം യേശു സൗഖ്യമാക്കുമെന്ന്, എൻ്റെ പ്രശ്നങ്ങൾ ദൈവം മാറ്റുമെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകാം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കടബാധ്യതകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ മാറട്ടെ. പരാജയത്തിന്റെ കീഴിലായിരിക്കുന്ന ബിസിനസ്സുകൾ അനുഗ്രഹമായിട്ട് മാറാൻ പോകുകയാണ്. പരാജയ ഭീതിയിലായിരിക്കുന്നവരെ ദൈവം ജയോത്സവമാക്കി തീർക്കാൻ പോകുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും അധികാരസ്ഥനായ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർ അനുഗ്രഹമായി മാറട്ടെ. ബൈബിൾ പറയുന്നു, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ കൽപ്പിക്കുന്നു, ഇവർ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഇവർ നന്മ പ്രാപിക്കട്ടെ. ഇവർ ജീവിതത്തിൽ സ്വസ്ഥത പ്രാപിക്കട്ടെ. എൻ്റെ ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പൊ ഒരു ദൈവ ശബ്ദത്തിന് ഇവരുടെ ജീവിതത്തിന്റെ സ്ഥിതികളെ മാറ്റുവാൻ പറ്റും, ഇവരുടെ അവസ്ഥകളെ മാറ്റുവാൻ പറ്റും. ഇന്ന് പകൽക്കാലം ഇവർ കേട്ട ഈ യാഥാർത്ഥ്യം, സത്യം അവരുടെ ഹൃദയത്തിനകത്ത് പതിയപ്പെടട്ടെ. അത് അത്ഭുതത്തെ സൃഷ്ടിക്കട്ടെ. യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ചില അമ്മമാരുടെ കണ്ണുനീർ ഇന്ന് പകൽക്കാലം തുടയ്ക്കപ്പെടുന്നതിനായി സ്തോത്രം. ചിലരുടെ ജീവിതത്തിലേക്ക് ദൈവ സമാധാനത്തെ അയക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന എല്ലാ യുദ്ധഭീതികളും മാറിപ്പോകട്ടെ. എല്ലാ യുദ്ധത്തിന്റെ കെടുതികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ. കല്ലുപോലുള്ള ഹൃദയങ്ങൾ മാംസളമായ ഹൃദയങ്ങളായി തീരട്ടെ കർത്താവെ. രാജ്യങ്ങളുടെ തലവന്മാർ യുദ്ധത്തിൽ നിന്ന് പിന്മാറട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ പല രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം പൊതിഞ്ഞു സൂക്ഷിക്കണം. ഒരു ശത്രുവിന്റെ ദൃഷ്ടി അവരുടെ മേൽ പതിയാതെ വണ്ണം അവിടുത്തെ ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം. നിന്റെ വശത്ത് 1000 പേർ വീണാലും, നിന്റെ വലതുവശത്ത് 10,000 പേർ വീണാലും അത് നിന്നോട് അടുത്തു വരികയില്ല എന്നുള്ള തിരുവഴുത്ത് ഇന്ന് പകൽക്കാലം ഞാൻ യേശുവിന്റെ നാമത്തിൽ കൈമാറുന്നു. അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ, ആമേ. പ്രിയരെ, എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:30 ഹാർവസ്റ്റ് TV-യിൽ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിന് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് കൂടി വരുന്നത് വരെയും ദൈവത്തിന്റെ കൃപാവലയത്തിനകത്ത് നമ്മെ മറയ്ക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. God bless you.